ഷൂ ഉണ്ടായിട്ടും അട്ട ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടോ. പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പം വിടൂല. ഇതിനെന്താ വെച്ചാൽ വിടിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചൊറിച്ചിലായിരിക്കും. അതിൻ്റെ പല്ല് അവിടെ ഉണ്ടാവും. സിഗരറ്റ് ഇല്ലല്ലോ. പക്ഷേ ഇനി എന്തായാലും നമുക്ക് മല കയറുമ്പോൾ പൊടിപ്പ് എടുക്കണം, ഓർമ്മാക്കണം കേട്ടോ. പൊടിപ്പിന് അന്ന് നമ്മൾ കണ്ടില്ല, പൊടിപ്പിട്ടപ്പോൾ പെട്ടെന്ന് പോയില്ലേ. പൊടിപ്പ് മാത്രമേ ഇതിന് രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ സിഗരറ്റ് വേണം. സിഗരറ്റിനെക്കാളൊക്കെ എനിക്ക് തോന്നുന്നത് പൊടിപ്പ് തന്നെ നല്ലതാണ് കേട്ടോ. അപ്പം അട്ട വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. ഇപ്പം ലൈറ്റർ കിട്ടിയിട്ടോ. ലൈറ്റർ കൊണ്ട് ഇതങ്ങനെ പോകും നോക്കുക. ആഹാ, ഓ സക്സസ്. ഏട്ടാ അടിച്ചില്ല. ഏട്ടാ ആ വേദന ഉണ്ടോ? ചെറിയ വേദന. അപ്പോൾ അട്ടകൾ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ കടിച്ചത് കുറച്ചൊരു വേദന ഉള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിതിനെ തനിയെ വിടുന്നതാണ് നല്ലത്. പക്ഷേ എന്താ വെച്ചാൽ ഷൂ ഒക്കെ ഇടുകയാണെങ്കിൽ ഷൂവിൻ്റെ ഇടയിൽ കടങ്ങിയിട്ട് ഇത് ചിലപ്പോൾ ചത്തുപോകും. അങ്ങനെ ചത്തുപോയിട്ട് അതിൻ്റെ പല്ല് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങും. അങ്ങനെ പല്ല് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ വെച്ചാൽ പിന്നെ അത് ചൊറിച്ചിലായി മാറും. അവിടെ കുറേ ദിവസം ആ ചൊറിച്ചിലുണ്ടാവും, മുറിവുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് ഒന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സിഗരറ്റ് വെച്ചിട്ട് അതിനെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, അതിന് കൊല്ലും ചെയ്യേണ്ട, ജസ്റ്റ് ചൂടാക്കി തന്നെ അത് വിടുന്നത് കണ്ടില്ല, അതുപോലെ വിടും. അതല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് പൊടിയുപ്പ് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മേലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വിടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അട്ടനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അയാൻ്റെ അട്ട വയറ് നിറഞ്ഞ് പോയി അല്ലേ. അപ്പോൾ നമുക്കൊരു സംശയം, നമ്മളൊക്കെ ചെന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ അട്ടക്ക് എങ്ങനെ ഭക്ഷണം കിട്ടുക? നമ്മളെ ചോര കുടിച്ചിട്ടല്ലോ ഇപ്പോൾ അട്ട ജീവിക്കണമെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? അട്ടൻ്റെ പള്ള വന്നിട്ടല്ലോ വിട്ട്. അത് ഫൗളാ. അത്രയും കഷ്ടപ്പെട്ട് കുടിച്ച സാധനത്തിന് കൊണ്ടല്ല, അത് മോശം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അട്ടൻ്റെ കടിയേറ്റ ഭാഗമായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം 2 ദിവസമായി. പണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, അതിനെ പറിച്ചെടുത്തിട്ട് പല്ല് കുടുങ്ങിയിട്ട് അത് എനിക്ക് തോന്നുന്ന ഒരു 10 ദിവസമെങ്കിലും അതിൻ്റെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇതിൽ ഇന്നലെ ഞാനൊക്കെ ആയിട്ട് ഇതിലൂടെ നീരൊക്കെ വന്ന് അതങ്ങ് റെഡിയായി ക്ലിയറായി പോയിട്ടോ. സാധാരണ രീതിയിൽ നമ്മൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് TT ഒക്കെ അടിക്കലുണ്ട്. ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആരെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.